CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. നേതാക്കളുടെ ശൈലി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും പിണറായി നടത്തിയ ചില പരാമർശങ്ങൾ നിഷ്പക്ഷ വോട്ടർമാരെ എതിരാക്കിയെന്നും വിമർശനം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം പ്രവർത്തകരെ നിരാശരാക്കി. വെള്ളാപ്പള്ളി നടേശനെ ശക്തമായ ഭാഷയിൽ തള്ളി പറയാതിരുന്നത് തിരിച്ചടിയെന്നും വിമർശനമുയർന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, എല്ലാ ഘടകങ്ങളിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിയും ചൂണ്ടിക്കാണിച്ചുള്ള വിമർശനങ്ങൾ തുടരുകയാണ്. മലപ്പുറത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടന്നതിനെ കുറിച്ചുള്ള വിമർശനം കൂടി ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും അത് മലപ്പുറം പോലൊരിടത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അതിൽ ഇത്തിരി ഗൗരവം പാലിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയും ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയും കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ രൂക്ഷ വിമർശനം, വെള്ളാപ്പള്ളിയുടെ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനം ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ആ കൃത്യമായിട്ട് പാർട്ടികൾ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി ഉന്നയിച്ചുള്ളത്. പക്ഷേ നേതാക്കന്മാർക്കെതിരെ കടുത്ത വിമർശനമാണ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതും നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പ്രധാനമായി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കടുത്ത വിമർശനം ഇതിനോടകം തന്നെ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നേതാക്കളുടെ ശൈലി അത് തീർച്ചയായിട്ടും തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പിന്നീടൊന്ന് ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം പറഞ്ഞത് പലതരത്തിലുള്ള പത്രസമ്മേളനങ്ങളിലും MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ അത് തെറ്റായി പാർട്ടിക്ക് ബാധിച്ചിട്ടുണ്ട്. അതോപോലെ തന്നെ പിണറായി വിജയന്റെ പലതരത്തിലുള്ള പരാമർശങ്ങളും തെറ്റായ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തി ന്യൂനപക്ഷ, അതായത് പലതരത്തിലുള്ള